അഡീഷണൽ ആയിട്ട് ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷനും ഇല്ലാതെ നമ്മുടെ ഫോണിനകത്ത് തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് എങ്ങനെയാണെന്നാണ്. ഹലോ ഗൈസ്, ഓട്ടോ ഫ്രാങ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അഡീഷണൽ ആയിട്ട് ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷനും ഇല്ലാതെ നമ്മുടെ ഫോണിനകത്ത് തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് എങ്ങനെയാണെന്നാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മളിപ്പോൾ ഏത് ഫോട്ടോയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോ ആദ്യം എടുക്കുക. ഇപ്പം ഞാൻ മണ്ടോത്തുരുത്തി പോയപ്പോൾ എടുത്ത വീഡിയോയ്ക്കകത്ത് എടുത്തൊരു സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ ആ ഒരു സ്ക്രീൻഷോട്ട് എത്ര ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ വീഡിയോയിലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിനകത്ത് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എഡിറ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. ഫോണിൽ തന്നെ ഡിഫാൾട്ടായിട്ടുള്ളൊരു എഡിറ്ററാണ്. അപ്പോൾ ആ എഡിറ്റ് ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് കുറേ ഫീച്ചറുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് വളരെ നല്ല രീതിയിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം അതിനകത്ത് അഡ്ജസ്റ്റ് എന്നൊരു ഓപ്ഷനുണ്ട്. അതിനകത്ത് ഇപ്പോൾ നോർമലായിട്ടൊരു ബ്രൈറ്റ്നെസ് കാണും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, അതിനകത്ത് ബ്രൈറ്റ്നെസ് ഇപ്പോൾ ഫോട്ടോയ്ക്ക് അനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് നോക്കണം. അപ്പോൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവില്ല. അപ്പം ആദ്യം അതിനകത്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് കോൺട്രാസ്റ്റ് ഇതുപോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അതുപോലെ സാറ്റുറേഷൻ അതും അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഓരോന്നും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഫോട്ടോയുടെ കമ്പയർ ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് റൈറ്റ് സൈഡിലായിട്ട്. അപ്പോൾ അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ളൊരു ഫോട്ടോയും അതിന് ശേഷമുള്ള ഫോട്ടോയുടെ എന്താണ് വ്യത്യാസം വരുന്നതെന്ന്. അതുപോലെ തന്നെ ഇതിനകത്ത് വിഗ്നിറ്റി എന്നൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മൾ ചില ഫോട്ടോകൾ കണ്ടിട്ടില്ല, നമ്മുടെ ഫോട്ടോയുടെ ഈ എഡ്ജ് വരുന്ന ഭാഗം മാത്രം കുറച്ച് ഡാർക്കായിട്ടിരിക്കുന്ന അത്തരത്തിൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു ടൂളാണിത്. അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫോട്ടോയുടെ എഡ്ജ് സൈഡ് നോക്കി കുറച്ച് ഡാർക്കായിട്ടിരിക്കുമ്പോൾ ആ ഫോട്ടോ കുറച്ചുകൂടെ കാണാനായിട്ട് ലുക്ക് കൂടുതലായിട്ട് തോന്നും. അതുപോലെ തന്നെ അതിനകത്ത് ഫിൽറ്റർ എന്നൊരു ഓപ്ഷനുണ്ട്. ഇപ്പം നമ്മൾ എഡിറ്റ് ചെയ്തെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു പൂർണ്ണത വരുന്നില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷനകത്ത് കയറിയിട്ട് അതിനകത്ത് കുറേ മോഡുകളുണ്ട്. അപ്പോൾ അത് ഓരോ മോഡുകൾ ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് അതിനകത്ത് ഓരോ പോർഷൻസ് എടുത്ത് കാണിക്കും. ഇപ്പോൾ ഫോട്ടോയിൽ ഇപ്പം നമുക്ക് അതിനകത്തുള്ള വെള്ളത്തിൻ്റെ ഫോട്ടോയാണ്, നല്ലപോലെ വെള്ളമാണ് നല്ലപോലെ കാണുന്നതെങ്കിൽ അപ്പോൾ ആ പോർഷൻ മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കും. മറ്റുള്ള പോർഷനെല്ലാം ഡാർക്കായിട്ട് രീതിയിൽ നമുക്ക് ഈ എഡിറ്റിംഗ് ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ആരും എഡിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേക ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഡൗൺലോഡ് ചെയ്യേണ്ടി വരത്തില്ല. ആദ്യമായിട്ട് നമ്മുടെ ഫോണിനകത്ത് എഡിറ്റിംഗ് ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഒരു എഡിറ്റ് ചെയ്യാനോ അതിൻ്റെ ഐഡിയാസോ കാര്യങ്ങളോ വരത്തില്ല. അപ്പോൾ നമ്മൾ 3-4 തവണ ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ വരത്തുള്ളൂ. എങ്ങനെ ഏതൊക്കെ ഓപ്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്താൽ കറക്റ്റായിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനും ഫോട്ടോ എഡിറ്റ് ചെയ്യാനും പറ്റുമെന്നുള്ളൂ. ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വീഡിയോയും ഇതിനകത്ത് എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ ആവശ്യാനുസരണം എഡിറ്റ് ചെയ്യാനും എഫക്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തത് ഒരു റിയൽമിയുടെ ഫോണിനകത്ത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ മൊബൈൽ ഫോണിലും, സാംസങ് ആണെങ്കിൽ എല്ലാ ഫോണിലും ഡിഫാൾട്ടായിട്ടൊരു എഡിറ്ററുണ്ട്. ആ എഡിറ്ററിനകത്ത് ഇപ്പോൾ നമ്മളൊരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന അതേ ഫീച്ചറുകൾ തന്നെ നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഒരാൾ പൈസ കൊടുത്ത് ഇത്തരത്തിലുള്ള എഡിറ്റിംഗ് ആപ്ലിക്കേഷനുകൾ വാങ്ങേണ്ട ആവശ്യം വരത്തില്ല.